നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കുട്ടീസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം പറഞ്ഞു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ എന്നാ അമ്മ ഉണ്ടാക്കാൻ പോന്നേ? ഇന്ന് നമ്മൾ ചേമ്പും വെള്ളരിക്കായും ഏത്തക്കായും വൻപയറും കൂടെ നമുക്കൊരു കറി വെക്കാം. കൂട്ടുകറിയാണോന്ന് ചോദിച്ചാൽ കൂട്ടുകറിയല്ല, പുഴുക്കാണോന്ന് ചോദിച്ചാൽ പുഴുക്കുമല്ല. എങ്കിലും നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം കൂട്ടുകാരെ. അതെ, ഇന്ന് ഇൻട്രോ പറയാനായിട്ട് വേറൊരാളൂടെ ഉണ്ട്. ഹായ് പറഞ്ഞ്. ഹായ്, സുഖമാണോ? എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് കുക്കറിനകത്തേക്ക് ഇടാവേ. കഷ്ണങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. വെള്ളരിക്കയുണ്ട്, ചേമ്പുണ്ട്, ഏത്തക്കായുണ്ട്, ഒരു 3 പച്ചമുളക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ അകത്തിട്ട് നമുക്ക് ആ കൂടെ തന്നെ മുളക് പൊടിയാണ്, ചെറിയൊരു സ്പൂണ് മുളക് പൊടിയുള്ള, കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കേണ്ടതല്ലേ. ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇടയ്ക്ക് ഇച്ചിരി നേരത്തേക്ക് ഒന്ന് കറണ്ട് പോയായിരുന്നു. പിന്നെ ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറാണ്. അതുകൂടെ ഞാൻ ഈ കൂടെ തന്നെ ഇടുക. ഈ കഷ്ണത്തിന് ഒരു പീസിൽ മതി. അത് കാരണം വേറെ ആയിട്ടില്ല, വെന്തത് കാരണം ഞാൻ ഈ കൂടെ അങ്ങ് ഇടുവാണേ. ഇനി വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കഷ്ണത്തിനുള്ള അരപ്പാണ്. അപ്പൊ ഇതിന്റെ വീഡിയോ ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നതെന്നുള്ളത്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ. നമ്മളിതിൻ്റെ അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പിന്നെ വറുത്ത ജീരകപ്പൊടിയാണ് ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തോരന് ചതയ്ക്കുന്ന പോലെ നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. നമ്മൾ തേങ്ങ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ കറി വെക്കാനായിട്ട് തുടങ്ങാം അല്ലേ. നമുക്കിവിടെ കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. വിഷ്ണുക്കുട്ടനും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. നമുക്കതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാമേ. അരപ്പിടുവാണേ. ഇത് പുഴുക്കിന്റെ പോലെയാണോ അമ്മേ? ഇത് പുഴുക്ക് പോലെയല്ല, ഇത് ചുമ്മാ നമുക്ക് ചോറിന് കഴിക്കാനൊരു കറി എന്ന് പറഞ്ഞ പോലെയുള്ളൂ. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞത് പോലെ ഒരു കറി. കൂട്ടുകറിയാണോ? കൂട്ടുകറിയും അല്ല. കൂട്ടുകറിക്ക് തേങ്ങയൊക്കെ വറുത്തിടുകയല്ലേ. ഇത് തേങ്ങയൊന്നും വറുത്തിടത്തില്ല, ഇത് മാത്രം, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പച്ച തേങ്ങയാണ് നമ്മൾ. അതെ, മറ്റേ കൂട്ടുകറിക്കും തേങ്ങ അരയ്ക്കും, ജീരകവും വെളുത്തുള്ളി എല്ലാം അരയ്ക്കും. എന്നിട്ട് ആ കൂടെ നമുക്ക് തേങ്ങ വറുത്തിടും. അത് എരിശ്ശേരി എന്നും പറയും. പക്ഷെ പുഴുക്കിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുമ്പം അത് എരിശ്ശേരി ആവുകയല്ലോ. അതെ. പിന്നെ പുഴുക്കെന്ന് പറയുമ്പോൾ ആണ്ടിലൊരിക്കലാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ തിരുവാതിരയ്ക്ക് ആണ് പുഴുക്കുണ്ടാക്കുന്നത്. പുഴുക്കിന് അപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കണോ അമ്മേ? തിള വന്നല്ലോ. ഈ വെള്ളം മതിയാവുമോ? ഈ വെള്ളം മതി. കാരണം ചേമ്പും കായും എല്ലാം ഉണ്ടല്ലോ. അന്നേരം ഇത് അതായി വന്നു കഴിയുമ്പോഴത്തേക്ക്, ആറിക്കഴിയുമ്പോഴത്തേക്ക് നല്ല കുറുകി തന്നെ ഇരിക്കും. ഇതിന് നമ്മൾ കടുക് വറുത്തിടണം. കടുക് വറക്കാൻ ഉള്ളി ചേർക്കുകയല്ല. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇതിന് കടുക് വറുക്കണോ? ഉള്ളി ചേർക്കത്തില്ല. അതോ പച്ച വെളിച്ചെണ്ണയാണോ? പച്ച വെളിച്ചെണ്ണ പുഴുക്കിന് ചേർക്കുന്നത്. ഇതിന് നമ്മൾ കറി ചേർക്കും. കടുക് വറക്കുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളി ചേർക്കുകയല്ല, വറ്റൽമുളകും കടുകും മാത്രമേ ഇതിന് ചേർക്കാറുള്ളൂ. ഓക്കെ, നമുക്ക് കടുക് വറക്കാം. ഇത്രേ ഉള്ളൂ? പെട്ടെന്നൊരു കറി അല്ലേ? അതെ. നമുക്കിവിടെ പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ അമ്മേ. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ചൂടായി വരട്ടെ. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ടു.
ആ ഇതിനകത്ത് ഉള്ളി വറക്കത്തില്ല അല്ലേ? ആ ഉള്ളിയില്ല. വിഷ്ണു ഇവിടെ താളമേളവാ. താളവൃന്ദത്തോടെയാ ഇവിടെ പാചകം ചെയ്യുന്ന വിഷ്ണുവിൻ്റെ താളം. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ടേ. ഞാൻ തീ ഓഫാക്കിയേ. ആക്കിയിട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടു. ആ ചൂട് മതി. ആ ചൂടില്ലാത്ത കിടന്ന് ഇതായാൽ മതി. വറ്റൽമുളകൊക്കെ ഒത്തിരി മൂത്ത് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വേറെ ഒരു ഷോ വരും. വേറെ ആയല്ലോ. ആയി എല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ കറിയിലേക്ക്? കറിയിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒരു പുഴുക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ അമ്മേ. അതിയും കായും ഒക്കെ അല്ലേ, പയറും ഒക്കെ ആകുമ്പോഴത്തേക്ക് പുഴുക്കിൻ്റെ സ്മെല്ലേ വരുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ഈ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഈ കറി. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം.